പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടാണ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഐസോമറിസം, നോമൻക്ലേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ വെർണേഴ്സ് തിയറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ വെർണേഴ്സ് തിയറിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ അടുത്ത തിയറിയുടെ പേര് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാലൻസ് ബോണ്ട് തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കണം വാലൻസ് ബോണ്ട് തിയറി, VBT എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. VBT. This VBT was introduced by Pauling in 1931. പോളിംഗ് ആണ് VBT തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പഠിക്കണം വാട്ട് ആർ ദി മെയിൻ പോയിന്റ്സ് ഓഫ് VBT. എന്തൊക്കെയാണ് VBTയുടെ മെയിൻ പോയിന്റ്സ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. നോക്കൂ, ഈ കോർഡിനേഷൻ കോംപ്ലക്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് VBT വെച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ മെറ്റൽ ആറ്റത്തിലേക്കാണ്. ഈ മെറ്റൽ ആറ്റം എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾക്കറിയാം. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട് പഠിച്ചപ്പോൾ തന്നെ ഈ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് ആക്ട് ചെയ്യാൻ നമ്മളെ പീരിയോഡിക് ടേബിളിലെ എല്ലാ മെറ്റൽസിനും പറ്റില്ല. പക്ഷേ ഏത് മെറ്റൽസിനാണ് പറ്റുക? വാക്കൻറ്റ് ഓർബിറ്റൽസ് ഉള്ള മെറ്റൽസിനാണ് പറ്റുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ഈ സെൻട്രൽ മെറ്റൽ ആറ്റം ഇങ്ങനൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നതിന് എന്താ ചെയ്യുക ചോദിച്ചാൽ, ദ സെൻട്രൽ മെറ്റൽ ആറ്റം മേക്സ് അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് എംപ്റ്റി ഓർബിറ്റൽ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ദ സെൻട്രൽ ആറ്റം മേക്സ് അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് എംപ്റ്റി ഓർബിറ്റൽ, ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ ഉണ്ടാക്കുന്ന സെൻട്രൽ മെറ്റൽ ആറ്റം എത്ര എംപ്റ്റി ഓർബിറ്റൽ ഉണ്ടാക്കണമെന്ന് എങ്ങനെ നമുക്കറിയാം? ഇവിടെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോർഡിനേഷൻ നമ്പർ ഓഫ് മെറ്റൽ ആറ്റം. എന്ന് പറഞ്ഞാൽ എത്ര ലിഗാൻഡാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് അവിടെ എംപ്റ്റി ഓർബിറ്റൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ നമ്പർ ഓഫ് എംപ്റ്റി ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ കൊബാൾട്ട് എത്ര എംപ്റ്റി ഓർബിറ്റൽ ഉണ്ടാക്കണം? 6 എംപ്റ്റി ഓർബിറ്റൽ ഉണ്ടാക്കണം. അപ്പോൾ നോക്കൂ, ഈ കൊബാൾട്ടിൻ്റെ കയ്യിൽ ശ്രദ്ധിക്കണേ, കൊബാൾട്ടിൻ്റെ കയ്യിൽ ഒരു എസും 3 പിയും 1 ഡിയും 2 ഡിയും ഉണ്ട്. sp3d2 ഉണ്ട്. അപ്പോൾ നോക്കൂ, ആകെ 6 വാക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഒരു എസ് സ്ഫെരിക്കലി സിമെട്രിക്കലാണ്, പിയുടെ ഷേപ്പ് ഡംബലാണ്, ഡിയുടെ ഷേപ്പ് ഡബിൾ ഡംബലാണ്. അപ്പോൾ നോക്കൂ, ഇവരുടെ ഷേപ്പും എനർജീസിലും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ എന്താ ചെയ്യുക? ഈ ലിഗാൻസ് വരുമ്പോഴേക്കും ഇവിടെ ഉണ്ടാക്കുന്ന എംപ്റ്റി ഓർബിറ്റലൊക്കെ ഒരുപോലെ ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കെമിസ്ട്രിയിൽ എന്താ ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻ്റർമിക്സിങ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ നടക്കും അല്ലേ. അപ്പോൾ ഇവിടെയും അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻ്റർമിക്സിങ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽ. സോ ദി എംപ്റ്റി ഓർബിറ്റൽ അണ്ടർഗോസ് ഹൈബ്രിഡൈസേഷൻ. ഇപ്പം മെറ്റലാറ്റത്തിൽ എംപ്റ്റി ഓർബിറ്റൽ എന്ത് ചെയ്യും? അപ്രോപ്രിയേറ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ് എങ്കിൽ അവർ അണ്ടർഗോ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ അവരുടെ ജോമെട്രി ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ് വരുന്നത്. sp3d2 ഹൈബ്രിഡൈസേഷൻ ആകുമ്പോൾ അവരുടെ ജോമെട്രി ഒക്ടാഹെഡ്രലാണ്. ഇനി വേറൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. കോർഡിനേഷൻ നമ്പർ 6 ആകുമ്പോൾ d2sp3 ഹൈബ്രിഡൈസേഷൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ പഠിക്കും എന്താണ് ഈ d2sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഷേപ്പ് ഒക്ടാഹെഡ്രൽ തന്നെയാണ്. ഇത് നോക്കൂ, കോർഡിനേഷൻ നമ്പർ 4 ആണെന്ന് വിചാരിക്കും. കോർഡിനേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ എത്ര വാക്കൻറ്റ് ഓർബിറ്റൽസ് വേണം മെറ്റലിൻ്റെ കയ്യിൽ? എത്ര എണ്ണം വേണം? 4 എണ്ണം വേണം. അപ്പോൾ ഒരു മെറ്റലിൻ്റെ കയ്യിൽ ഒരു എസും 3 പിയും വാക്കൻ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏത് ഹൈബ്രിഡൈസേഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്? 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഏത് ഹൈബ്രിഡൈസേഷനാണ് വരിക? sp3 ഹൈബ്രിഡൈസേഷൻ വരും. അപ്പോൾ എന്താ ജോമെട്രി? നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്. ജോമെട്രി ടെട്രാഹെഡ്രൽ ജോമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെയാണ് കോർഡിനേഷൻ നമ്പർ 4 വരുമ്പോൾ വേറൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. അവിടെ ഹൈബ്രിഡൈസേഷൻ DsP2 ഹൈബ്രിഡൈസേഷൻ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വന്നാൽ അതിൻ്റെ ഷേപ്പ് സ്ക്വയർ പ്ലനാർ ഷേപ്പാണ്. DsP2 ഹൈബ്രിഡൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഷേപ്പ് എന്തായിരിക്കും? DsP2 വന്നു കഴിഞ്ഞാൽ ഷേപ്പ് സ്ക്വയർ പ്ലനാർ ഷേപ്പാണ് വരുന്നത്. ശ്രദ്ധിക്കൂ. അപ്പോൾ നമ്മൾ മെറ്റൽ ആറ്റം വാക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടാക്കി അതിനെ ഹൈബ്രിഡൈസേഷൻ ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. അപ്പം മെറ്റൽ ആറ്റം റെഡിയാണ്, ബോണ്ടിങ്ങിന് റെഡി ആയിട്ട് നിൽക്കണം. ഇനി ആര് വരണം? ദ ലിഗാൻഡ് ഷുഡ് കണ്ടെയ്ൻ ഓർബിറ്റൽ വിത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഈ വരുന്ന ലിഗാൻഡിൻ്റെ കയ്യിൽ എപ്പോഴും എന്തായിരിക്കണം? ലോൺ പെയർസ് ഉള്ള ഓർബിറ്റൽ, ലോൺ പെയർ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ലിഗാൻസ് വരുന്നു. ഇനി ലിഗാൻസ് വന്ന് നിന്നു. അതുപോലെ കൊബാൾട്ടിൻ്റെ കയ്യിൽ എംപ്റ്റി ആറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്. ലിഗാൻസിൻ്റെ കയ്യിലാണെങ്കിലോ ഫുൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റൽസ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഇവർ വന്ന് എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് കൊബാൾട്ടും നിക്കലും നൈട്രജനും തമ്മിൽ അവിടെ ബോണ്ടിങ് ഉണ്ടാവുന്നത്, ഒരു കൊബാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇയാൾ സെൻട്രൽ മെറ്റൽ ആറ്റം എന്ത് ചെയ്യണം? വാക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടാക്കണം. നമ്പർ ഓഫ് വാക്കൻ്റ് ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു കോർഡിനേഷൻ നമ്പറാണ്. അപ്പോൾ ഇത്ര ഓർബിറ്റൽസ് ഉണ്ടാക്കണമെന്ന് മെറ്റൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ ഓർബിറ്റൽസ് തമ്മിൽ എന്ത് ചെയ്യും? ഹൈബ്രിഡൈസേഷൻ ചെയ്ത് എല്ലാ ഓർബിറ്റൽസിൻ്റെയും എനർജി ഈക്വലൻ്റ് ആക്കും, ഷേപ്പും ഒരുപോലെ ആവും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഹൈബ്രിഡൈസേഷൻ കോർഡിനേഷൻ നമ്പർ 6 ആവുമ്പോൾ sp3d2 ഹൈബ്രിഡൈസേഷൻ ആവാം, അല്ലെങ്കിൽ d2 sp3 ഹൈബ്രിഡൈസേഷൻ ആവാം. രണ്ടാണെങ്കിലും ഷേപ്പ് ഒക്ടാഹെഡ്രൽ ആണ്. അതേസമയം കോർഡിനേഷൻ നമ്പർ 4 ആണ് എങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആവാം, ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണ്. അടുത്ത പോസിബിലിറ്റി DsP2 ഹൈബ്രിഡൈസേഷൻ ആവാം. അപ്പോൾ ജോമെട്രി മാറും, സ്ക്വയർ പ്ലനാർ ജോമെട്രി ആണ്. അപ്പം മെറ്റൽ ആറ്റം റെഡി വിത്ത് ദിസ് വാക്കൻ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് വേണം? ലിഗാൻസ് വന്ന് ഓവർലാപ്പ് ചെയ്യണം. അങ്ങനെയാണ് ഇവിടെ മെറ്റൽ ലിഗാൻഡ് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് VBT തിയറി ഉപയോഗിച്ചുകൊണ്ട് കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ ജോമെട്രിയും മാഗ്നറ്റിസവും എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക, എന്നാൽ കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം ആ VBT തിയറി അപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്കറിഞ്ഞാൽ ആ തിയറി വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒന്നാമതായി അറിയേണ്ടത് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്. ആ സീരീസിൻ്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയാം. നമുക്ക് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾ, നിക്കൽ അതറിയാം നിങ്ങൾക്ക്. ഇതിൽ ആറ്റോമിക് നമ്പർ കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇതിൽ എപ്പോഴും കോർഡിനേഷൻ കോമ്പൗണ്ട് വരുമ്പോൾ സെൻട്രൽ മെറ്റൽ അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ, CONH3 6 times 3+. ഇവിടെ എത്രയാണ് കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട്. കൊബാൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് ഓക്സിജൻ സ്റ്റേറ്റിലാണ്? കൊബാൾട്ട് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അല്ലേ? അപ്പോൾ ഈ കൊബാൾട്ട് 3+ ഓക്സിജൻ സ്റ്റേറ്റിൽ അതിൻ്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ അറിയണം. നമ്മൾ എങ്ങനെയാണ് ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എഴുതുക? നമ്മൾ എഴുതും ആദ്യം കൊബാൾട്ടിൻ്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ ആർഗൺ എഴുതിയിട്ട് കൊബാൾട്ട് എത്ര ആറ്റോമിക് നമ്പർ? 27 ആണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ നമുക്കറിയാം 3d7 4s2 ആണ് വരുന്നത് അല്ലേ? കൊബാൾട്ട് 3d7 4s2 27 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാൻ അറിയാം. 27 ആണ് വരുന്നത്. ഇവിടെ കൊബാൾട്ട് 3+ സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഇവിടെ ഇലക്ട്രോൺ 3 ഇലക്ട്രോൺ ഇയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
അല്ലേ? അപ്പോൾ എവിടുന്നാണ് അയാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? ഇവിടെ 4sൽ നിന്ന് 2 ഇലക്ട്രോണുകളും 1 ഇലക്ട്രോൺ 3Dയിൽ നിന്നുമാണ് നഷ്ടപ്പെട്ടത്. നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ ഹയർ ആയിരുന്നാണ് ഇലക്ട്രോൺ എപ്പോഴും മിസ്സാവുക, അല്ലേ? അപ്പോൾ 4sൽ നിന്ന് 2 പോയി, 3Dയിൽ നിന്ന് 1 പോയി. അപ്പോൾ എന്താ ഉണ്ടാവുക? ബാക്കി 3D6 എന്ന് കിട്ടി. അപ്പോൾ കൊബാൾട്ട് 3+ൻ്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ 3D6 ആണ്. ഇത് നമുക്ക് എഴുതാൻ വേറൊരു മെത്തേഡ് കൂടി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെന്താ ചോദിച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആറ്റോമിക് നമ്പർ 27 ആണ്. അപ്പോൾ 2+7 ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ചാർജ് 3+ എന്നതൊന്നും മൈനസ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 9 - 3 6. അതാണ് 3D6 എന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കതിൻ്റെ കോൺഫിഗറേഷൻ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒന്നുകൂടി എഴുതി നോക്കാൻ നോക്കൂ. നിക്കൽ Ni2+. നമ്മൾ എങ്ങനെ എഴുതാം? സാധാരണ രീതിയിൽ നിങ്ങൾ എഴുതി നോക്കൂ. ഇവിടെ 28 ആണ് നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2 + 8 - 2 ചെയ്തു. അപ്പോൾ 10 - 2 നമുക്ക് കിട്ടും 8 എന്ന് കിട്ടും. സോ ദ ഔട്ടർ ഷെൽ കോൺഫിഗറേഷനേഴ്സ് വളരെ എളുപ്പമായി 3D8 എന്നാണ്. അങ്ങനെ നമുക്ക് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെയോ അയോണിൻ്റെയോ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളതാണ് VBT ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്. മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, ഒന്നാമത് മെറ്റലിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ എഴുതി. രണ്ടാമത് നമ്മൾ ലിഗാൻഡിലേക്കാണ് നോക്കേണ്ടത്. ഈ ലിഗാൻഡ് 2 ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. ഈ ലിഗാൻഡിൻ്റെ 2 ടൈപ്പ് ലിഗാൻഡ് ഒന്നും ഒരിക്കലും VBTക്കാർ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് അത് അറിയാമെങ്കിൽ ആ കോംപ്ലക്സ് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും. 2 ടൈപ്പ് ലിഗാൻഡ് എന്നാൽ ഒന്ന് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്നും രണ്ടാമത്തത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്നുമാണ് പറയുന്നത്. സ്ട്രോങ് ലിഗാൻഡും വീക്ക് ലിഗാൻഡും ഉണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ വീക്ക് ലിഗാൻഡ് ഏതൊക്കെയാണ്, അതുപോലെ സ്ട്രോങ് ലിഗാൻഡ് ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് സ്പെക്ട്രോ കെമിക്കൽ സീരീസ് പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ സ്ട്രോങ് ലിഗാൻഡ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കൂ, കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയവ ഡോണർ ആറ്റമായി വരുന്ന മിക്കവാറും സ്ട്രോങ് ലിഗാൻഡാണ്. ഇപ്പോൾ നോക്കൂ, NH3 ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. CO സ്ട്രോങ് ലിഗാൻഡാണ്. EN ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഥേൻ 1,2 ഡയമീൻ ആണ്. അവിടെ വരുന്ന ആരാണ് ഡോണർ ആറ്റം? നൈട്രജൻ ആണ് ഡോണർ ആറ്റം. അതുകൊണ്ട് അത് സ്ട്രോങ് ലിഗാൻഡാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കും. ഇനി വീക്ക് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാലൈറ്റ്സ് ഒക്കെ വീക്ക് ലിഗാൻഡാണ്. പിന്നെ ഓക്സിജൻ ഡോണർ ആറ്റമായി വരുന്നത് വീക്ക് ലിഗാൻഡാണ്. സൾഫർ ഡോണർ ആറ്റമായി വരുന്നതൊക്കെ വീക്ക് ലിഗാൻഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, SCN- ഇവിടെ ഡോണർ ആറ്റം സൾഫർ ആണ്. അതൊരു വീക്ക് ലിഗാൻഡാണ്. NCS- പറഞ്ഞാൽ അതൊരു സ്ട്രോങ് ലിഗാൻഡാണ്. ഒരു ചെറിയൊരു ഷോർട്ട് ട്രിക്കാണ് സ്ട്രോങ് ലിഗാൻഡും വീക്ക് ലിഗാൻഡും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതും നമ്മൾ സാധാരണ അമോണിയ, കാർബൺ മോണോക്സൈഡ്, ഈഥേൻ 1,2 ഡയോമിനൊക്കെ നമ്മളെ കോംപ്ലക്സിൽ വരിക. അപ്പോൾ അത് കാണുമ്പോൾ അറിയണം അതൊരു സ്ട്രോങ് ലിഗാൻഡ് ആണ് എന്നറിയണം. അപ്പോൾ രണ്ടാമത്തെ ഇൻഫർമേഷൻ ലിഗാൻഡിൻ്റെ നേച്ചറിനെ പറ്റി അറിയുക എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത് നമുക്കറിയണം, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയണം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം 6 ആണെങ്കിൽ sp3d2 ഹൈബ്രിഡൈസേഷൻ ആവാം, അല്ലെങ്കിൽ d2sp3 ഹൈബ്രിഡൈസേഷൻ ആവാം. 4 ആണെങ്കിൽ നമുക്കറിയാം dsp2 ഹൈബ്രിഡൈസേഷൻ ആവാം, അല്ലെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ ആവാം. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഓവർലാപ്പിംഗ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കോർഡിനേഷൻ കോംപ്ലക്സിനെയും VBT വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യമായി കോർഡിനേഷൻ കോംപ്ലക്സ് എക്സ്പ്ലെയിൻ ദ ജോമെട്രി ആൻഡ് മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് CONH3 6×3+ യൂസിങ് VBT. VBT വെച്ച് ഈ കോംപ്ലക്സിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ ജോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ
അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പുകൾ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ ആദ്യം നോക്കേണ്ടത് മെറ്റലിനെയാണ്. ആദ്യം അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും കൊബാൾട്ട് ഈസ് ഇൻ കൊബാൾട്ട് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ആദ്യം ചെയ്യുന്നത് സ്റ്റെപ്പ് 1. ഇനി കൊബാൾട്ട് 3+ ആകുമ്പോൾ അത് എത്രയാണ് അതിൻ്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ ഓഫ് കൊബാൾട്ട് 3+ എങ്ങനെ കണ്ടുപിടിക്കും നോക്കൂ. ഇവിടെ 2 + 7 ചെയ്തു 9 കിട്ടി. 9 - 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3d6 കോൺഫിഗറേഷൻ കിട്ടിയിട്ടുണ്ടാവും. ഈ 3d6 നമ്മളൊന്ന് വരയ്ക്കണം. ഡിയുടെ 5 ഷെൽ വരച്ചു. 3d6 കോൺഫിഗറേഷൻ 3d4s എഴുതാം. 3d4s 4p എന്നെഴുതി അല്ലേ. ഇനി 3d6 കോൺഫിഗറേഷൻ നമ്മൾ ഹൺസ് റൂൾ ഒബേ ചെയ്ത് ആദ്യം എല്ലാത്തിലും അൺപെയർഡ് ഇലക്ട്രോൺ എഴുതി, പിന്നെ ഇവിടെ പെയറപ്പ് ചെയ്തു 3d6 കോൺഫിഗറേഷൻ. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടെത്തി, ഓക്സിജൻ നമ്പർ കണ്ടെത്തി, അതിൻ്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എഴുതി, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യേണ്ട കാര്യം ലിഗാൻഡിനെ നോക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 2 ലിഗാൻഡ് ഏതാ? ലിഗാൻഡ് ഇവിടെ വന്ന ലിഗാൻഡ് ഏതാണ്? NH3 ആണ്. ഈ NH3 എന്ന ലിഗാൻഡ് പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു നൈട്രജൻ ആണ് ഡോണർ ആറ്റം. നൈട്രജൻ ഡോണർ ആറ്റമായിട്ട് വന്നാൽ അത് ഏത് ലിഗാൻഡാണ്? സ്ട്രോങ് ലിഗാൻഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ലിഗാൻഡ് നമുക്ക് മനസ്സിലായി. NH3 ഈസ് എ സ്ട്രോങ് ലിഗാൻഡ് ആണ്. ഈ സ്ട്രോങ് ലിഗാൻഡ് ശ്രദ്ധിക്കണേ, കൊബാൾട്ട് 3+ എന്ന മെറ്റലിലേക്ക് വരുന്ന സമയത്ത് അവിടെ നടക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള അൺപെയർഡ് ഇലക്ട്രോൺസ് പെയറപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇവിടെ ഇതുവരെ പഠിച്ച ഹൺസ് റൂൾ അവിടെ വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം നോക്കൂ, ഇൻ പ്രസൻസ് ഓഫ് ലിഗാൻഡ് ദ കോൺഫിഗറേഷൻ ബിക്കംസ് കൊബാൾട്ട് 3+ൻ്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയായിട്ട് മാറും. എന്താ ചെയ്തത്? ഇവിടെയുള്ള ഇലക്ട്രോണുകൾ പെയറപ്പ് ചെയ്യും. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കോൺഫിഗറേഷനായിട്ട് മാറി 3d4s 4p എന്ന കോൺഫിഗറേഷനായിട്ട് മാറി. അപ്പം ലിഗാൻഡ് വരുന്നതിന് മുന്നേ ഈ കോൺഫിഗറേഷൻ ആയിരുന്നു. വന്ന ലിഗാൻഡ് സ്ട്രോങ് ആയതുകൊണ്ട് കോൺഫിഗറേഷന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായതായി നമ്മൾ മനസ്സിലാക്കി. കൃത്യമായിട്ട് അറിയണേ. ഇനി അടുത്ത സ്റ്റെപ്പ് 3 നമ്മൾ നോക്കേണ്ടത് കോർഡിനേഷൻ നമ്പർ നോക്കാം. ഇവിടെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പോൾ എത്ര വാക്കൻ്റ് ഓർബിറ്റൽ ആവശ്യമാണ്? കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 വാക്കൻ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ 6 ഓർബിറ്റൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കയ്യിൽ ഇപ്പം ഇങ്ങനെയാണ് ഉള്ളത്. നമ്മളെ കയ്യിൽ ഇങ്ങനൊരു കോൺഫിഗറേഷൻ ഉണ്ട്. ലിഗാൻസ് വന്നപ്പോഴുള്ള കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ ചോദിച്ചാൽ 6 വാക്കൻ്റ് ഓർബിറ്റൽസ് ഹൈബ്രിഡ് ഓർബിറ്റൽ വേണം. അപ്പോൾ 6 എണ്ണാൻ തുടങ്ങണം. ഇവിടുന്ന് തുടങ്ങാം. എവിടെ നിന്നാണോ വാക്കൻ്റ് ഓർബിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തുടങ്ങുക. 1 2 3 4 5 6 എണ്ണം എഴുതി. ഈ 6 എന്ന് പറഞ്ഞാൽ ഡിയിലെ 2 നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ അത് D2 അല്ലേ. ഡിയിൽ നമ്മൾ ആദ്യം ഉപയോഗിച്ചത് D2. ഒരു എസ് ഉപയോഗിച്ചു. അപ്പോൾ എസ് എന്നെഴുതി. 3 P ഉപയോഗിച്ചു, P3 എന്നെഴുതി. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ D2sp3 ഹൈബ്രിഡൈസേഷനാണ്. അപ്പോൾ ഈ രണ്ടും ഈ ഒരു എസ്സും 3 Pയും ഇൻ്റർമിക്സ് ചെയ്ത് കൊബാൾട്ടിൻ്റെ കയ്യിൽ 6 D2sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഉണ്ടായോ നിങ്ങളുടെ കയ്യിൽ? കൃത്യമായിട്ടുണ്ടായില്ലേ? അപ്പോൾ ഈ D2sp അപ്പോൾ കൊബാൾട്ട് ഇപ്പോൾ റെഡിയാണ്. D2sp3 ഹൈബ്രിഡ് ഓർബിറ്റലായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. ഇനി ആര് വരണം? അടുത്ത സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഓവർലാപ്പിംഗ് സ്റ്റെപ്പാണ്. അടുത്ത സ്റ്റെപ്പ് എഴുതാം. ഓവർലാപ്പിംഗ് സ്റ്റെപ്പാണ് അടുത്ത സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പ് ഓവർലാപ്പിംഗ് സ്റ്റെപ്പ്. അപ്പോൾ ഓവർലാപ്പിംഗ് സ്റ്റെപ്പ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, നമ്മളുടെ കയ്യിലിപ്പോൾ ഇങ്ങനെ ഹൈബ്രിഡ് ഓർബിറ്റിൽ നമ്മൾ D2sp3 ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ D2sp3 ഹൈബ്രിഡ് ഓർബിറ്റിൽ ഇങ്ങനെ ഉണ്ട് അല്ലേ.
ഇനി ആര് വരണം എന്നാ പറഞ്ഞാൽ അമോണിയ വരുമ്പോൾ ആരെ കൊണ്ടുവരണം? ഇലക്ട്രോണിനെയും കൊണ്ടുവരണം അല്ലേ? അപ്പോൾ അമോണിയ കൊണ്ടുവന്ന ഇലക്ട്രോണുകൾ ഇവിടെ വന്ന് ഓവർലാപ്പ് ചെയ്യും. ഓരോതിലും വന്ന് ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്ത് കൊബാൾട്ടിൻ്റെയും അമോണിയയുടെയും ഇടയ്ക്ക് കൊവാലന്റ് ബോണ്ട് ഉണ്ടാകുന്നത് എന്നാണ് പോളിംഗ് പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ കൊബാൾട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് ഓവർലാപ്പിംഗ് സ്റ്റെപ്പ്. ആരൊക്കെ തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത്? ദ വാക്കന്റ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് കൊബാൾട്ട് ഓവർലാപ്പ് വിത്ത് completely filled orbital of ammonia to form cobalt nickel covalent bond. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഒരു കോർഡിനേറ്റ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു മനോഹരമായ കോംപ്ലക്സ് CONS 6 times 3+ എന്ന കോംപ്ലക്സ് അയോൺ അവിടെ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന് പറയാം. ഇത് VBT പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് CONS 6 times 3+ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി അതിൻ്റെ ജോമെട്രി പറയണം നമുക്ക്. ഇവിടെ ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ് അല്ലേ? അപ്പോൾ എന്താ ജോമെട്രി വരാം? ഒക്ടാഹെഡ്രൽ. സോ നമ്പർ 1 ഇറ്റ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. നമ്പർ 2 നമുക്ക് പറയണം മാഗ്നറ്റിസം പറയണം. മാഗ്നറ്റിസം പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഡയാമാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്. എപ്പോഴാണ് ഡയാമാഗ്നറ്റിക് ആവുക? നമുക്ക് ഇവിടെ ഹൈബ്രിഡൈസേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഓർബിറ്റിലേക്ക് നോക്കും. എല്ലാ ഇലക്ട്രോണും പെയർഡ് ആണ് എങ്കിൽ അത് ഡയാമാഗ്നറ്റിസം ആണ് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു ഓർബിറ്റലിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ അത് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ അവസാനം ഓവർലാപ്പിംഗ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളത് നോക്കുക. എല്ലാ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് പെയർഡ് ആണ്, അതുകൊണ്ട് ഇവിടെ മാഗ്നറ്റിസം ഡയാമാഗ്നറ്റിസം ആണ്. അപ്പോൾ ഈ കോംപ്ലക്സ് ഡയാമാഗ്നറ്റിക് കോംപ്ലക്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി വേറെ അടുത്ത പോയിന്റാണ് ഇറ്റ് ഈസ് ആൻ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. എന്താണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കൂ, ഹൈബ്രിഡൈസേഷന് ഉപയോഗിച്ച് ഇവിടെ 3D, ഇത് 4s ആണ്, 4p ആണ് അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ 4s ഇത് n-1d ഓർബിറ്റലാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ D2 എന്ന് ആദ്യം എഴുതിയത്. സോ ഇൻ ദിസ് ഹൈബ്രിഡൈസേഷൻ n-1d orbital is participating, hence such complex is known as inner orbital complex എന്നാണ് പറയുന്നത്. അപ്പോൾ sp3 D2 ആണെങ്കിലോ 4sഉം 4pയും 4dയും ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ 3D ആണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. 3Dയും 4sഉം 4pയും ആണെങ്കിൽ അതൊരു ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. സോ ഇറ്റ് ഈസ് എ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിരിക്കും. അടുത്തത് ഇറ്റ് ഈസ് എ ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ഇറ്റ് ഈസ് എ ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. എന്താ ലോ സ്പിൻ കോംപ്ലക്സ് പറയാൻ കാരണം ചോദിച്ചാൽ, ഇവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ് വന്നത്? n=0 ആണ് വന്നത്, അല്ലെങ്കിൽ ഇല്ല, അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ കോംപ്ലക്സിനെയാണ് നമ്മൾ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് പഠിച്ചപ്പോൾ ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ് ഇവിടെ. സോ അങ്ങനത്തെ കോംപ്ലക്സ് നമ്മൾ പറയുക ലോ സ്പിൻ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ലോ സ്പിൻ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ √n × n+2 ആണ്. വേർ n is a number of unpaired electrons ആണ്. ഇവിടെ n-ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് മ്യൂ ഇല്ല, മ്യൂ 0 ആണ് കിട്ടുക. അത്രയും മ്യൂയുടെ വാല്യൂ ബോർ മാഗ്നറ്റോണിലാണ് നമ്മൾ പറയുന്നത്, BM-ലാണ് പറയുന്നത്. സോ ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുക. ആ മോളിക്യൂളിൻ്റെ ജോമെട്രി പറയാൻ പറ്റും, ആ മോളിക്യൂളിൻ്റെ കോംപ്ലക്സിൻ്റെ നമുക്ക് മാഗ്നറ്റിസം പറയാൻ പറ്റും. വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അത് ഇന്നർ ഓർബിറ്റലാണോ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ മനസ്സിലാവും, ലോ സ്പിൻ ആണോ ഹൈ സ്പിൻ ആണോ എന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കാം, എപ്പോഴും വരുന്ന ലിഗാൻഡ് സ്ട്രോങ് ആണ് എങ്കിൽ ഇലക്ട്രോൺസ് ഒക്കെ പെയറപ്പ് ചെയ്യും.
അല്ലേ? അപ്പോൾ നോക്കൂ, അവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ അവിടെ എപ്പോഴും അവർ ലോ സ്പിൻ കോംപ്ലക്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സും ലോ സ്പിന്നും മിക്കവാറും വരുന്നത് ഏത് ലിഗാൻഡിൻ്റെ പ്രസൻസിലാണ്? വരുന്ന ആൾ സ്ട്രോങ് ആണെങ്കിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക്, ഹെക്സാ അമീൻ കൊബാൾട്ട് 3+ അയോണേഴ്സ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ, എക്സ്പ്ലെയിൻ യൂസിങ് VBT എന്നായിരിക്കും ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അടുത്ത കോംപ്ലക്സ് ചെയ്യണം, COF6 3-. COF6 3-. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ സ്റ്റെപ്പ് മനസ്സിൽ വരണം. സ്റ്റെപ്പ് 1, നമ്മൾ കൊബാൾട്ടിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തി, കൊബാൾട്ട് 3+ ആണെന്ന് മനസ്സിലാക്കി. സോ അതിൻ്റെ കോൺഫിഗറേഷൻ 3D6 ആണ്. നമ്മളിങ്ങനെ എഴുതി 3D 4S 4P 4D എന്നെഴുതി കാണിച്ചു. അടുത്ത് നമ്മൾ ആരെ നോക്കണം? നെക്സ്റ്റിൽ നമ്മൾ ലിഗാൻഡിനെയാണ് നോക്കേണ്ടത്. ലിഗാൻഡ് നോക്കുമ്പോൾ അതൊരു വീക്ക് ലിഗാൻഡാണ്. അതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺസ് ഒന്നും, ഈ വീക്കായ ആൾ വന്നാൽ ഈ ഇലക്ട്രോൺസ് ഒന്നും എന്ത് ചെയ്യില്ല? പെയർ ചെയ്യില്ല. അപ്പോൾ കോൺഫിഗറേഷനോ ഒരു മാറ്റവും വരുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആര് നോക്കണം? ഇവിടെ കോർഡിനേഷൻ നമ്പർ നോക്കണം. സോ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പോൾ എത്ര വാക്കൻ്റ് ഓർബിറ്റൽ അവിടെ വേണം? ഇവിടെ 6 വാക്കൻ്റ് ഓർബിറ്റൽ വേണം. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, 6 വാക്കൻ്റ് ഓർബിറ്റൽ വേണം. ഇനി അടുത്തത് ഹൈബ്രിഡൈസേഷൻ സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ എണ്ണണം. ഹൈബ്രിഡൈസേഷൻ സ്റ്റെപ്പിൽ ഇപ്പം നമ്മളെ കയ്യിൽ ഇങ്ങനെയുണ്ട്. ഇവിടെ നമുക്ക് 6 വാക്കൻ്റ് ഓർബിറ്റലാണ് ഇവർക്ക് ആവശ്യം. 6 ശ്രദ്ധിക്കുക, വാക്കൻ്റ് ഓർബിറ്റൽ വേണം. ഇവിടെ ഹാഫ് ഫീൽഡ് ആണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എണ്ണു, 6 എണ്ണം വേണം. അപ്പോൾ ഇത് 3D 4S 4P 4D ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണി നമ്മൾ 1 2 3 4 5 6 അല്ലേ? അപ്പോൾ ഒരു എസ് എണ്ണി, 3 P എണ്ണിയിട്ടുണ്ട്, അപ്പോൾ sp3 ആണ്. 2 D എണ്ണിയിട്ടുണ്ട്, D2. സോ ഹൈബ്രിഡൈസേഷനേഴ്സ് sp3 D2 ഹൈബ്രിഡൈസേഷൻ. സോ ഇറ്റ് അണ്ടർഗോ sp3 D2 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ കൊബാൾട്ട് 3+ അണ്ടർഗോ ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ sp3 D2 ഹൈബ്രിഡൈസേഷൻ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ്. കൊബാൾട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ആര് വരണം? ലാസ്റ്റ് സ്റ്റെപ്പ് 5. സ്റ്റെപ്പ് 5 എന്താണ്? ഓവർലാപ്പിംഗ് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 5ൽ ഓവർലാപ്പിംഗ് സ്റ്റെപ്പാണ്. എങ്ങനെ ഓവർലാപ്പ് ചെയ്യും? ഇവിടെയുള്ള ഈ വാക്കൻ്റ് ഹൈബ്രിഡ് ഓർബിറ്റലുമായി ഈ ഫ്ലൂറൈഡ് അയോണിൻ്റെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ഇവിടെ വന്ന് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് കൊബാൾട്ട് ഫ്ലൂറിൻ ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് VBT വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ നമുക്കറിയാം ഇവിടെ ഹൈബ്രിഡൈസേഷൻ ഏതാ വന്നത്? sp3 D2 ആണ് വന്നത്. അതുകൊണ്ട് എന്താ ജോമെട്രി? ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് മാഗ്നറ്റിസം പറയണം. മാഗ്നറ്റിസം പറയാൻ നമ്മൾ എന്ത് നോക്കണം? ഈ അവസാനത്തെ ഓവർലാപ്പിംഗ് സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷമുള്ള ആ കോൺഫിഗറേഷനിലേക്ക് നോക്കൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ചോദിക്കാനേ ഇല്ല. ഇവിടെ മാഗ്നറ്റിസം എന്താണ്? ഏതാ മാഗ്നറ്റിസം വരിക? പാരാമാഗ്നറ്റിക് ആണ്. സോ മാഗ്നറ്റിസം ഈസ് പാരാമാഗ്നറ്റിസം ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ലേ? ഇനി അടുത്ത് നോക്കൂ, ഇത് ഔട്ടർ ഓർബിറ്റിലാണോ ഇന്നർ ഓർബിറ്റിലാണോ കോംപ്ലക്സ്? പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഇവിടെ 4Sഉം 4Pയും 4Dയുമാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. അടുത്തത് ഇതൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. എന്താ കാരണം? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, 4 ഉണ്ട്. അതുകൊണ്ട് ഇത് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. ഹൈ സ്പിൻ കോംപ്ലക്സിൻ്റെ വേറൊരു പേരാണ് സ്പിൻ ഫ്രീ കോംപ്ലക്സ് എന്ന് പറയാറുണ്ട്. മറ്റേ ലോ സ്പിൻ കോംപ്ലക്സിനെ സ്പിൻ പെയർഡ് കോംപ്ലക്സ് എന്ന് പറയാറുണ്ട്. ഹൈ സ്പിൻ കോംപ്ലക്സിൻ്റെ വേറൊരു പേരാണ് സ്പിൻ ഫ്രീ കോംപ്ലക്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ √n × n+2 ആണ്. എന്നിൻ്റെ വാല്യൂ 4 ആണ് ഇവിടെ. സോ യു കാൽക്കുലേറ്റ്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോക്കൂ, നമ്മളിത് രണ്ടും ചെയ്തപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലായത്? നമ്മളൊരു കോർഡിനേഷൻ കോംപ്ലക്സിലെ മാഗ്നറ്റിസം ഒക്കെ പറയുമ്പോൾ ആരാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഇവിടെ രണ്ടിലും സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ടാണ്.
പക്ഷേ ഇയാൾ ഡയാമാഗ്നറ്റിക് ആയപ്പോൾ ഇയാൾ പാരാമാഗ്നറ്റിക് ആണ്. അവിടെ വ്യത്യാസം വരാനുള്ള കാരണം എന്തായിരുന്നു? എന്ത് വ്യത്യാസം വന്നതുകൊണ്ടാണ്? ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന, അവിടെ വരുന്ന ലിഗാൻഡിൻ്റെ നേച്ചർ മാറിയപ്പോൾ അവരുടെ മാഗ്നറ്റിസത്തിന്, പ്രോപ്പർട്ടീസിനൊക്കെ മാറ്റം വന്നായി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ലിഗാൻഡിൻ്റെ നേച്ചറാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൻ്റെ പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ചെയ്ത് നോക്കൂ. എക്സ്പ്ലെയിൻ, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യുക നിങ്ങൾ. എക്സ്പ്ലെയിൻ ദ മാഗ്നറ്റിസം ഓഫ് ഹെക്സാസയനോഫെറേറ്റ് 2 അയോൺ. തന്നെ ചെയ്ത് നോക്കണം. ഹെക്സാസയനോഫെറേറ്റ് 2 അയോൺ. ഞാൻ പറയാം, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ടു ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ അത് കോംപ്ലക്സ് FeCN6 4- അയോൺ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ എഴുതി. 26 ആറ്റോമിക് നമ്പർ. സോ 2 + 6 - 2 നമുക്ക് പെട്ടെന്ന് കിട്ടി, 3d6 എന്ന് കിട്ടി. നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതി നോക്കി. 3d6 4s 4p എന്നെഴുതി അല്ലേ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് 2-ൽ നമ്മൾ ലിഗാൻഡിന് നോക്കണം. അടുത്ത സ്റ്റെപ്പ് ലിഗാൻഡിന് നോക്കണം. കാർബൺ ആണ് ഡോണർ ആറ്റം. കാർബൺ വന്നാൽ അത് സ്ട്രോങ് ലിഗാൻഡ് ആണ്. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡ് ആകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മനസ്സിൽ വന്നു, അപ്പം തന്നെ വന്നു ഇവിടെ ഇലക്ട്രോൺസ് പെയറപ്പ് ചെയ്യും. സോ ഇലക്ട്രോൺ പെയറപ്പ് ചെയ്തു, നമുക്ക് ഇങ്ങനെ കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കോർഡിനേഷൻ നമ്പർ. മെറ്റൽ നോക്കി, ലിഗാൻഡ് നോക്കി, കോർഡിനേഷൻ നമ്പർ നോക്കി. 6 കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ 6 ആകുമ്പോൾ എത്ര വാക്കൻ്റ് ഓർബിറ്റിൽ വേണം? എണ്ണിക്കോളൂ. 6 വാക്കൻ്റ് ഓർബിറ്റിൽ വേണം. സോ നമ്മൾ എണ്ണി 1 2 3 4 5 6. സോ ഹൈബ്രിഡൈസേഷൻ D2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓവർലാപ്പിംഗ് സ്റ്റെപ്പാണ്. ആര് വന്ന് CN- ലിഗാൻഡ് വന്ന് ഇവിടെ ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. Then you can explain the property. So the magnetism is diamagnetism and geometry is octahedral. It is a low spin complex and it is a inner orbital complex. അങ്ങനെ നമ്മൾ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ, കൃത്യമായി പഠിക്കാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കോംപ്ലക്സസിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ നമുക്ക് VBT വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. കോർഡിനേഷൻ നമ്പർ 4 നമ്മൾ ഇതുവരെ പഠിച്ച കോർഡിനേഷൻ നമ്പർ 6 ആയിരുന്നു. ഇനി നമ്മൾ കോർഡിനേഷൻ നമ്പർ 4 ഉള്ള കോംപ്ലക്സസ് പഠിക്കുന്നു. സോ ഫസ്റ്റ് കോംപ്ലക്സസ് NiCN4 2-. നമ്മൾ ആ സ്റ്റെപ്സ് ഒക്കെ അതേപോലെ തന്നെയാണ്. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്യണം? ആരെ നോക്കണം? നമ്മൾ നോക്കി നിക്കലിനെ നോക്കി. നിക്കൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നിക്കൽ കണ്ടുപിടിച്ചു. എന്താ ഓക്സിജൻ സ്റ്റേറ്റ് വന്നത്? നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. നിക്കൽ 2+ സ്റ്റേറ്റില്ല നമുക്കറിയാം. അപ്പോൾ നമുക്ക് നിക്കൽ 2+, നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ 28 ആണ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 28 ആകുമ്പോൾ എന്താണ് ഔട്ടർ ഷെൽ കോൺഫിഗറേഷൻ? Ni2+ൻ്റെ 8 + 2 10 10 - 2 ചെയ്തുമ്പോൾ നമുക്ക് കിട്ടും 3d8 കോൺഫിഗറേഷൻ. പെട്ടെന്ന് കിട്ടി അല്ലേ. അപ്പോൾ Ni2+ 3d8 കോൺഫിഗറേഷനിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 1-ൽ 3d8 നമ്മൾ ആദ്യം ഒന്ന് വരച്ചിട്ടുണ്ട്. 3d8 വരച്ചു. 3d 4s 4p. അപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 4 5 വരുന്നു. 6 7 8 ഹൺസ് റൂൾ ഒബേ ചെയ്ത് നമ്മൾ കോൺഫിഗറേഷൻ എഴുതി 3d8 കോൺഫിഗറേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പ് 2-ൽ നമ്മൾ ആരെ നോക്കണം? നമ്മൾ ലിഗാൻഡിനെ നോക്കി. ഏതാ ലിഗാൻഡ്? CN- ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 2 ലിഗാൻഡ് നോക്കി. ലിഗാൻഡ് നമുക്ക് മനസ്സിലായി, ലിഗാൻഡ് സ്ട്രോങ് ലിഗാൻഡാണ്. ഈ സ്ട്രോങ് ആയ ആൾ വരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാവുക? അത് പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് ആയ ആൾ വരുമ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? പെയറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. പെയറപ്പ് ചെയ്തു അല്ലേ. ബാക്കി ഇങ്ങനെ നമ്മൾ വരച്ചു. 4s 4p എന്ന് വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ കോർഡിനേഷൻ നമ്പർ നോക്കണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റെപ്പ് 3-ൽ കോർഡിനേഷൻ നമ്പർ നോക്കി. കോർഡിനേഷൻ നമ്പർ 4 ആണ് അല്ലേ. 4 ആകുമ്പോൾ എത്ര വാക്കൻ്റ് ഓർബിറ്റിൽ വേണം? നമ്മൾ ആ പോളിംഗ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണോ കോർഡിനേഷൻ നമ്പർ അത്രയും വാക്കൻ്റ് ഓർബിറ്റിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ എത്ര വാക്കൻ്റ് ഓർബിറ്റിൽ വേണം? 4 വാക്കൻ്റ് ഓർബിറ്റിൽ വേണം. എണ്ണിക്കോളും 4 എണ്ണം. 1 2 3 4 കിട്ടിയോ? അപ്പോൾ നമ്മൾ ഏതൊക്കെ എണ്ണിയത്? ഒരു D എണ്ണി, ഒരു S എണ്ണി, ഒരു D എണ്ണി, ഒരു S എണ്ണി. ഇപ്പോൾ DsP2 2 P എണ്ണി. അപ്പോൾ DsP2 ഹൈബ്രിഡൈസേഷനാണ് അണ്ടർഗോ ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്?
നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ഓവർലാപ്പിംഗ് സ്റ്റെപ്പാണ്. ആര് ഓവർലാപ്പ് ചെയ്യും? ഈ നിക്കൽ 2+ഉമായിട്ട് നിക്കൽ 2+ൻ്റെ വാക്കൻറ്റ് ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് CN- അയോൺ CN- ലിഗാൻഡ് വന്ന് ഓവർലാപ്പ് ചെയ്യും. നമുക്ക് ഇങ്ങനെ കാണിക്കാം. CN- ലിഗാൻഡ് വന്ന് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇത്രയും മനോഹരമായി കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. പ്രോപ്പർട്ടി എന്താണ്? ഇതിൻ്റെ ജോമെട്രി. ഇവിടെ ജോമെട്രി പറയണമെങ്കിൽ ആദ്യം ഹൈബ്രിഡൈസേഷൻ നോക്കൂ. ഇവിടെ ഹൈബ്രിഡൈസേഷൻ DsP2 ആണ്. അതുകൊണ്ട് നമുക്ക് ഏതാണ് DsP2 ആണെങ്കിൽ ഏതാണ് ഇവിടെ ജോമെട്രി വരിക? ജോമെട്രി ഈസ് സ്ക്വയർ പ്ലാനാർ ജോമെട്രി. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആണ് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് വൺ നമ്മൾ സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആണ്. അവിടെ ഡി ഓർബിറ്റൽ, ഇന്നർ ഡി ഓർബിറ്റലാണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഇസ് ആൻ ഇന്നർ ഓർബിറ്റൽ കോംപ്ലെക്സ് ആണ് എന്ന് പറയാം അല്ലേ? പിന്നെ നോക്കൂ, മാഗ്നറ്റിസം നോക്കി നോക്കൂ. ഇവിടെ നമ്മൾ കോംപ്ലെക്സ് എഴുതിയപ്പോൾ മാഗ്നറ്റിസം എല്ലാ ഇലക്ട്രോൺസും പെയറപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മാഗ്നറ്റിസം വരിക? എന്താ മാഗ്നറ്റിസം വരിക? ഡയാമാഗ്നറ്റിക് ആണ്. ചോദിക്കാനേ ഇല്ല, നമുക്കറിയാം. ഇറ്റ് ഈസ് എ ഡയാമാഗ്നറ്റിക് കോമ്പൗണ്ട് ആണ്. പിന്നെ ലോ സ്പിന്നാണോ ഹൈ സ്പിന്നാണോ നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇവിടെ അൺപെയർ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഏത് സ്പിന്നാണ് വരിക? ലോ സ്പിൻ കോംപ്ലെക്സ് ആണ്. വളരെ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങളുടെ മനസ്സ് ഈ സ്റ്റെപ്പിലൂടെ തന്നെ വരണം. ഈ കോംപ്ലെക്സ് തന്നെ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. മെറ്റൽ നോക്കുക, ലിഗാൻഡ് നോക്കുക, കോർഡിനേഷൻ നമ്പർ നോക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ VBT വളരെ എളുപ്പമായിട്ട് മാറും. അടുത്ത കോംപ്ലെക്സ് നമുക്ക് ചെയ്യാനുള്ളത് NiCl4 2- ആണ്. ഇവിടെയും നിക്കൽ ഏത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ 28 നമുക്കറിയാം. നിക്കൽ ഏത് ഓക്സിജൻ സ്റ്റേറ്റിലാണെന്ന് കണ്ടുപിടിക്കണം. ഏത് ഓക്സിജൻ സ്റ്റേറ്റിലാണ് കണ്ടുപിടിക്കാൻ ടെക്നിക്ക് നമുക്കറിയാം. സോ ഹിയർ നിക്കൽ എക്സിസ്റ്റ് ഇൻ നിക്കൽ 2+ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എത്രയായിരിക്കും അതിൻ്റെ ആറ്റോമിക് നമ്പർ ചെയ്ത് നോക്കൂ. 2 + 8 10 10 - 2 8 3D8 കോൺഫിഗറേഷൻ ആണ്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ 3D8 കോൺഫിഗറേഷൻ വരച്ചു. 3D 4s 4p 3D8 കോൺഫിഗറേഷൻ ഹൺസ് റൂൾ വെച്ച് വരച്ചു. 3D8 കോൺഫിഗറേഷൻ വരച്ചില്ലേ? ഇനി നമ്മൾ നോക്കണം അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ലിഗാൻഡ് നോക്കണം. Cl-, നമുക്കറിയാം ഹാലൈറ്റ്സ് ഒക്കെ തന്നെ വീക്ക് ലിഗാൻഡ്സ് ആണ്. അപ്പോൾ Cl- വീക്ക് ലിഗാൻഡ് വരുമ്പോൾ ഇലക്ട്രോൺസ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇലക്ട്രോൺസ് ഒരു മാറ്റം വരില്ല. ഈ കോൺഫിഗറേഷന് ഒരു മാറ്റം ഇവിടെ വരാൻ പോണില്ല, ഇതേപോലത്തെ നിൽക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലിഗാൻഡ് നോക്കി. ഇനി കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എത്രയാണ്? ഇവിടെ 4 ആണ്. അപ്പോൾ എത്ര വാക്കൻറ്റ് ഓർബിറ്റിൽ വേണം? പോളി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണോ കോർഡിനേഷൻ നമ്പർ അത്രയും വാക്കൻറ്റ് ഓർബിറ്റിൽ വേണം. എണ്ണിക്കോളൂ. 1 2 3 4. അപ്പോൾ നമ്മൾ എണ്ണിയത് ഒരു എസും 3 പിയും എണ്ണി. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ കിട്ടിയല്ലോ. അപ്പോൾ നിക്കൽ റെഡിയായി. ഇനി ആര് വരണം? ഓവർലാപ്പിംഗ് സ്റ്റെപ്പിൽ Cl- വരുമ്പോൾ വെറുതെ വന്നാൽ പോരാ. ഓർബിറ്റൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൽ ഓർബിറ്റലുമായിട്ട് Cl- വന്ന് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് നിക്കൽ ക്ലോറിൻ തമ്മിലടയ്ക്കുള്ള കോർഡിനേറ്റ് ബോണ്ട് അവിടെ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ വന്നു. കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? sp3 ആണ് ഹൈബ്രിഡൈസേഷൻ കിട്ടി. സോ വാട്ട് ഈസ് എ ജോമെട്രി? ടെട്രാഹെഡ്രൽ ജോമെട്രി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ കോംപ്ലെക്സ് ഇങ്ങനെ ടെട്രാ ജോമെട്രി വന്നാൽ അവർ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുമോ? ആലോചിച്ച് നോക്കൂ കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ sp3 ഹൈബ്രിഡൈസേഷനാണ്, ടെട്രാഹെഡ്രൽ ജോമെട്രി കിട്ടി. ഇനി മാഗ്നറ്റിസം പറഞ്ഞോളൂ. മാഗ്നറ്റിസം എന്താണ്? മാഗ്നറ്റിസം ഇവിടെ നോക്കുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കാണാനുണ്ട് അല്ലേ? അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിസം ഏതാണ്? പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഈ NiCl4 2- എന്നുള്ള കോമ്പൗണ്ട് പാരാമാഗ്നറ്റിക് ആണ് എന്ന കാര്യം ഓർമ്മിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നത് VBT തിയറി വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും നിർബന്ധമായി ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്രയും VBT പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ സ്ട്രോങ് ലിഗാൻഡും വീക്ക് ലിഗാൻഡും വരുമ്പോഴുള്ള വ്യത്യാസം വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്താലോ? അപ്പോൾ നോക്കൂ, ഇവിടെ MX6ഉം MY6 കൊടുത്തിട്ടുണ്ട്. X എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലിഗാൻഡാണ്, Y എന്ന് പറഞ്ഞാൽ വീക്ക് ലിഗാൻഡാണ്. അപ്പോൾ സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ എപ്പോഴും ഹൈബ്രിഡൈസേഷൻ D2 sp3 ആണ്. വീക്ക് വരുമ്പോൾ ഹൈബ്രിഡൈസേഷൻ sp3 D2 ആണ്.
അതുപോലെ തന്നെ ഈ സ്ട്രോങ് വന്നു കഴിഞ്ഞാൽ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക, ഇവിടെയാണെങ്കിൽ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക. ഇത് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്, ഇവിടെയാണെങ്കിൽ മിക്കവാറും ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് വരുന്നത്. ഇത് ഡയാമാഗ്നറ്റിക്, മിക്കവാറും കേസ് ഡയാമാഗ്നറ്റിക് ആണ്, പക്ഷേ ഇവിടെ പാരാമാഗ്നറ്റിക് ആണ് വരിക മിക്കവാറും കേസിൽ. എല്ലാ കേസും ഞാൻ കൃത്യമായി പറയേണ്ട, മിക്കവാറും കേസിൽ ഇങ്ങനെ തന്നെയാണ് വരിക, മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ VBT എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്, കൃത്യമായി ആ സ്റ്റെപ്പിലൂടെ തന്നെ നിങ്ങൾ ചെയ്യുക, നന്നായി പഠിക്കുക, ടെക്സ്റ്റിൻ്റെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. താങ്ക് യു.